ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയാലോ? കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ വീട്ടിലെ പൊട്ടറ്റോ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഫ്രഞ്ച് ഫ്രൈ തയ്യാറാക്കുന്നത് റസറ്റ് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞ പൊട്ടറ്റോ വെറൈറ്റിയിൽ നിന്നാണ്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന ഉരുളൻകിഴങ്ങില്ലേ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 4 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഉരുണ്ട ഷേപ്പിലിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടും വളരെ തിക്കായിട്ടും കട്ട് ചെയ്തെടുക്കരുത്. ഏകദേശം ഒരു സെൻറ്റി തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി. തിന്നായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ ഫ്രൈസിൻ്റെ ടേസ്റ്റിലോട്ട് മാറും. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ ആ ഒരു സൈസിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് ചതുരത്തിലെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ അതിനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച ശേഷം അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത പൊട്ടറ്റോസ് ഇതിലോട്ടാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ മുഴുവൻ ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഈ പൊട്ടറ്റോസ് എല്ലാം ഈ ഒരു വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതിലുള്ള ഓവറായിട്ടുള്ള സ്റ്റാർച്ച് എല്ലാം വെള്ളത്തിലോട്ട് വന്നോളും. അതിനുശേഷം ഇതൊരു 2-3 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ കഴുകി ഒന്ന് വാർത്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നത്, അതിലെ സ്റ്റാർച്ച് എല്ലാം അതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി വാർത്ത് വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി അധിക സമയം വേവിക്കേണ്ട, ഒരു 4 മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് കിടന്നാൽ മതി. കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ വെന്തുടഞ്ഞ് പോവും. കറക്റ്റ് ഒരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വേഗം കോരി മാറ്റണേ. 4 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഊറ്റി മാറ്റിയ പൊട്ടറ്റോസ് എല്ലാം വെള്ളം ഒന്ന് ഊറ്റിപ്പോയ ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ടവലിലോട്ടൊന്ന് വിരിച്ചിടുന്നുണ്ട്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ള് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നിരത്തി വെക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലേ. എന്നാൽ കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് വേണം ഇത് വാങ്ങി കഴിക്കാനല്ലേ. കുറച്ച് സമയം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം പരത്തി വെച്ച ശേഷം അതിന് മുകളിലോട്ടായിട്ട് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് മൊത്തമായിട്ട് പോയിക്കോളും. ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നോളും. ഇപ്പോൾ ഞാനിത് കവർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിനി പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഈ പൊട്ടറ്റോസൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റൈനറിലോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇനി ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒട്ടും അധികം ആവരുത് കേട്ടോ. സാധാരണ ചിലർ കോൺഫ്ലോറിൽ മുക്കിയെടുക്കും, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഇതിലോട്ട് ആകെ 2 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ പൊട്ടറ്റോൻ്റെ എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. കണ്ടില്ല, എക്സ്ട്രാ ഉള്ള കോൺഫ്ലോറൊക്കെ ഈ പാത്രത്തിലോട്ട് വീഴുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആ ഡസ്റ്റ് ഒന്നായാൽ മാത്രം മതി. കണ്ടില്ലേ, ഓരോ പൊട്ടറ്റോൻ്റെ മുകളിലും ഇത്ര മാത്രമേ കോൺഫ്ലോർ വന്നിട്ടുള്ളൂ കേട്ടോ. എന്നാൽ എല്ലാത്തിലും ആയിട്ടുമുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് വരും. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിൻ്റെ പുറം ഭാഗം ഒരു കളറ് വന്നു കഴിഞ്ഞാൽ, ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കോരി മാറ്റാവുന്നതാണ്. എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ ഇത് കറക്റ്റ് കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് പണി കൂടി ഉണ്ട്. നമ്മളെല്ലാം ഒറ്റ റൗണ്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം
ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കുക. എന്നിട്ട് ഓയിൽ ഒന്നുകൂടി നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അത് അതിലോട്ട് ഒന്നുകൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നത്. ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളറൊക്കെ വന്നത്. ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് വെച്ചതെല്ലാം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് കളറിലും ഷേപ്പിലും എല്ലാം കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇതിൻ്റെ സൗണ്ട് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് എത്രമാത്രം ക്രിസ്പായിട്ടുണ്ടെന്ന്. നമ്മൾ ഇതിലോട്ട് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് വേണം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് സാൾട്ട് ഇതിന് മുകളിലായിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ എല്ലായിടത്തും ഉപ്പും പിടിച്ചോളും. ഇപ്പോൾ തന്നെ നമുക്കിത് കറുമുറെ കഴിക്കാവുന്നതാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ ഇത് ഒരുപാട് സമയം പുറത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും തണുത്ത് പോവേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി കുട്ടികൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുമല്ലോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവരും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ഞാൻ വേറൊരു അടിപൊളി റെസിപ്പി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അതും കൂടി ഞാൻ ഉടനെ ഷെയർ ചെയ്യാവേ. വീണ്ടും നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്